ഹലോ ഫ്രണ്ട്സ്, 10th പ്രിലിമിനറിയിലെ സ്റ്റേജ് 1ലും സ്റ്റേജ് 2ലും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ജോഗ്രഫി ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിലേറ്റഡ് NCERTയും ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഫാക്ട്സും പറഞ്ഞായിരിക്കും പോകുന്നത്. ക്വസ്റ്റ്യൻ: മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? മണിപ്പൂർ, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് മിസോറാമിനെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 11ാം ക്ലാസ്സിലെ ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന NCERTയിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭൂപ്രകൃതിയിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന മിസോറാം മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൃദുവായതും ദൃഢീകരിക്കപ്പെടാത്തതുമായ സോഫ്റ്റ് ആൻഡ് അൺകൺസോളിഡേറ്റഡ് അവസാദ നിക്ഷേപങ്ങളാൽ നിർമ്മിതമായതിനാലാണ് മിസോറാമിനെ മൊളാസിസ് ബേസിൻ എന്ന് വിളിക്കുന്നത്. എന്താണ് മൊളാസിസ് തടം? ഭൂഗർഭശാസ്ത്രപരമായി ഉയർന്നു വരുന്ന പർവ്വതനിരകൾക്ക് സമാന്തരമായി രൂപപ്പെടുന്ന താഴ്വരകളിലേക്ക് ഫോർലാൻഡ് ബേസിനിൽ മണൽക്കല്ല്, ഷെയിൽ, കളിമണ്ണ് തുടങ്ങിയ മൃദുവായ അവസാദങ്ങൾ, അതായത് സെഡിമെൻ്ററി റോക്സ് വന്ന് അടിഞ്ഞു കൂടിയിട്ട് മൊളാസിസ് രൂപം കൊള്ളും. മിസോറാമിലെ പർവ്വതനിരകൾക്കിടയിലുള്ള താഴ്വരകൾ ഇത്തരത്തിലുള്ള മൃദുവായ മണ്ണും നിക്ഷേപങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. അത് കൃത്യമായി കൺസോളിഡേറ്റഡ് ആയിരിക്കില്ല, അൺകൺസോളിഡേറ്റഡ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. മിസോറാം പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ നമുക്ക് ചില പ്രധാന വസ്തുതകൾ നോക്കാം. ഐസ്വാളാണ് മിസോറാമിൻ്റെ തലസ്ഥാനം. അതുപോലെ തന്നെ ലാൻഡ് ഓഫ് റോളിംഗ് ഹിൽസ് എന്നറിയപ്പെടുന്നുണ്ട്. ബ്ലൂ മൗണ്ടൻസിൻ്റെ നാട് എന്നും മിസോറാമിനെ അറിയപ്പെടുന്നുണ്ട്. ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് മിസോറാം, മറ്റൊന്ന് ത്രിപുരയാണ്. ഇവിടെയുള്ള ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് പറയുന്നത് ഫങ്പോയ് എന്നറിയപ്പെടുന്ന കൊടുമുടിയാണ്. ഇതിനെ തന്നെയാണ് ബ്ലൂ മൗണ്ടൻ എന്നും വിളിക്കുന്നത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട നദി കാലഡാൻ റിവറാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ചാപ്സാർകൂട്ട്. ചെരാവു നൃത്തം, ബാംബു ഡാൻസ് ഈ മിസോറാമുമായി ബന്ധപ്പെട്ടതാണ്. മ്യാൻമർ, ബംഗ്ലാദേശ് എന്നിങ്ങനെ 2 രാജ്യങ്ങളുമായി മിസോറാം അതിർത്തി പങ്കിടുന്നുണ്ട്. നോക്കൂ, ഇത് നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളെ പറ്റിയുള്ള ഒരു ജനറൽ മാപ്പാണ്. നമ്മളിപ്പോൾ മിസോറാമിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മിസോറാമിൽ എന്തുണ്ട്? ബ്ലൂ ഹിൽസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ചില പ്രധാന വസ്തുതകൾ നോക്കാം. മിസോറാമിനെയാണ് മൊളാസിസ് തടമെന്ന് പറയുന്നത് പറഞ്ഞു. ലാൻഡ് ഓഫ് റോളിംഗ് ഹിൽസ്, പിന്നെ മുളനൃത്തമായിട്ടുള്ള ചെറാവു അവിടെയാണുള്ളതെന്ന് പറഞ്ഞു. മണിപ്പൂരിനെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ രത്നം എന്നാണ്. ഇന്ത്യയുടെ രത്നം അല്ലെങ്കിൽ ജുവൽ ഓഫ് ഇന്ത്യ എന്നാണ് മണിപ്പൂരിനെ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം, ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കായിട്ടുള്ള കേബിൾ ലെംജാവോ കാണപ്പെടുന്ന ലോക്ടക് ലേക്ക് മണിപ്പൂരിലാണുള്ളത്. ഇവിടെ ഫുംഡീസ് എന്ന് പറയുന്ന പ്രത്യേകതരം ഒഴുകി നടക്കുന്ന പുൽമേടുകളുണ്ട്. അതാണ് കേബിൾ ലെംജാവോയെ ഒഴുകി നടക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത്. മേഘാലയ കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗണ്ട് സിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. നാഗാലാൻഡ് ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായ ഏക സംസ്ഥാനം. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ്. അസം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. കാസിരംഗ ദേശീയോദ്യാനത്തിന് പേരുകേട്ട സ്ഥലമാണ് അസം. അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി സൂര്യൻ ഉദിക്കുന്നത്, ഓർക്കിഡുകളുടെ നാട്. ത്രിപുര 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന വടക്കു കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏവ? നമ്മൾ പറഞ്ഞു ത്രിപുരയും മിസോറാമുമാണ്. പ്രസിദ്ധമായ ലോക്ടക് ലേക്ക് എവിടെയാണ്? മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചെരാവു മുളനൃത്തമുള്ളത്? മിസോറാമിലാണ്. ബംഗ്ലാദേശുമായി 3 വശവും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ത്രിപുര. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത? കൊങ്കൺ പാത, സൺഗാണ്ടൻ പാത, പിർപ്പാഞ്ചൽ പാത, മാലിഗുഡ പാത. ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് PSC പറയുന്നത് പിർപ്പാഞ്ചൽ പാത എന്നാണ്. PSC ഉത്തരസൂചിക പ്രകാരം പിർപ്പാഞ്ചൽ പാതയാണെങ്കിലും ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം T49 ടണലാണ്. 12 കിലോമീറ്റർ 12.758 കിലോമീറ്റർ നീളമുള്ള T49 റെയിൽവേ തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ തുരങ്കമായി ഇപ്പോഴുള്ളത്. പിർപ്പാഞ്ചലിന് ഇതിനേക്കാളും നീളം കുറവാണ്. 11.2 കിലോമീറ്ററോടുകൂടി ഇത് 2ാം സ്ഥാനത്താണ് വരുന്നത്. നിലവിലത്തെ കറണ്ട് അഫയേഴ്സ് പ്രകാരം T49 തുരങ്കമാണ് ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കം. കശ്മീരിലെ
ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ നീളം വരുന്നത് 12.75 കിലോമീറ്ററാണ്. കത്ര ബനിഹാൾ സെക്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിർപ്പാഞ്ചൽ തുരങ്കം T80 ഇന്ത്യയിലെ രണ്ടാമത്തെ നീളമേറിയ റെയിൽവേ തുരങ്കമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കശ്മീരിലെ ബനിഹാളിനെയും ഖാസിഗണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് പിർപ്പാഞ്ചൽ റെയിൽവേ തുരങ്കം. 11.21 കിലോമീറ്ററാണ് നീളം വരുന്നത്. മറ്റ് ചില തുരങ്കങ്ങളെക്കുറിച്ച് കൂടി നോക്കാം. ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി ടണൽ, ചെനാനി നാഷ്രി ടണൽ ഏറ്റവും നീളമേറിയ റോഡ് തുരങ്കമാണ്. ജമ്മു കാശ്മീരിലാണ്. 9.28 കിലോമീറ്ററാണ് ലെങ്ത് വരുന്നത്. അടൽ ടണൽ, റോഹ്താങ് ടണൽ എന്നറിയപ്പെടുന്ന അടൽ ടണൽ ഏറ്റവും ഉയരത്തിലുള്ള ഹൈവേ തുരങ്കമാണ്. ഹിമാചൽ പ്രദേശിലാണ്. മണാലിയെയും ലഹോർ സ്പിറ്റി വാലിയെയും ബന്ധിപ്പിക്കുന്നു. 9.02 കിലോമീറ്ററാണ് നീളം വരുന്നത്. ഓപ്ഷനിലുണ്ടായിരുന്ന കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകൾ നമുക്ക് നോക്കാം. കൊങ്കൺ റെയിൽവേ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണുള്ളത്. കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നിവയാണ്. കേരളത്തിന് ഇതുകൊണ്ട് ഗുണമുണ്ടെങ്കിലും ഈ പാത കേരളത്തിലൂടെ കടന്നു പോകുന്നില്ല. 760 കിലോമീറ്ററാണ് നീളം വരുന്നത്. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ സ്ഥാപിക്കുന്നത്. ഈ ശ്രീധരനായിരുന്നു ഇതിൻ്റെ മുഖ്യശില്പി. ആസ്ഥാനം വരുന്നത് ബേലാപ്പൂറാണ്, മുംബൈയിൽ. ചില PYQs നോക്കാം. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യശില്പി ആരാണ്? ഈ ശ്രീധരനായിരുന്നു. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൾ ചുരം. പിർപ്പാഞ്ചൽ മലനിരകളിലാണ് ഇതുള്ളത്. അടൽ ടണൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? നവി മുംബൈ, ബേലാപ്പൂർ. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം ലംബ, മണിക്കരൻ, കാക്രാപ്പർ, ഓഖ. ശരിയായ ഉത്തരം ലംബയാണ് ഇന്ത്യയിലെ വാതോർജ്ജ നിലയം എന്ന് പറയുന്നത്. 12ാം ക്ലാസ് ജോഗ്രഫിയിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ധാതുക്കളും ഊർജ്ജ ഉപകരണങ്ങളും എന്ന ചാപ്റ്ററിൽ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഗുജറാത്തിലെ കച്ച് മേഖലയിലെ ലംബയിൽ സ്ഥിതി ചെയ്യുന്ന വാതോർജ്ജ നിലയം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണ്. മറ്റൊരു വാതോർജ്ജ നിലയം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ സ്ഥിതി ചെയ്യുന്നു. ലംബ ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലംബ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വാതോർജ്ജ നിലയങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ത്യയിലെ വാതോർജ്ജം, വിൻഡ് എനർജിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം വാതോർജ്ജ ഉൽപ്പാദനത്തിൽ 4ാമതാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യക്ക് മുന്നേ ചൈന, US, ജർമ്മനി എന്നിവരാണുള്ളത്. ഏറ്റവും വലിയ കാറ്റാടിപ്പാടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം എവിടെയാണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലുള്ള മുപ്പന്തലിലാണ് ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൻഡ് എനർജിയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? തമിഴ്നാടാണ്. 2ാം സ്ഥാനം ഗുജറാത്തിനാണുള്ളത്. കേരളത്തിലെ ആദ്യ കാറ്റാടി നിലയം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. 1995 ഇത് സ്ഥാപിക്കുന്നത്. ആദ്യ സ്വകാര്യ കാറ്റാടി നിലയം കേരളത്തിലെ എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടാണുള്ളത്. നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ നോക്കിയാലോ. മണിക്കരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജിയോ തെർമൽ എനർജി പ്ലാന്റ് ആണ്. അതായത് ഭൂതാപ ഊർജ്ജ നിലയമാണ്. ഹിമാചൽ പ്രദേശിലാണുള്ളത്. ജിയോ തെർമൽ എനർജി ഹാർനസ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. കാക്രാപ്പാർ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അറ്റോമിക് അണുശക്തി ഊർജ്ജ നിലയമാണ്. ന്യൂക്ലിയർ പ്ലാന്റ് ആണ്. ഓഖ ഗുജറാത്തിലെ തീരപ്രദേശമായ ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ തിരമാല ഊർജ്ജ നിലയം, അതായത് ടൈഡൽ എനർജി പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞാൽ ആണവോർജ്ജ നിലയങ്ങളും അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. കൂടംകുളം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ്ജ നിലയമാണ്. റഷ്യൻ സഹായത്തോടെയാണ് കൂടംകുളം നിർമ്മിച്ചത്. താരാപൂർ മഹാരാഷ്ട്രയിലാണുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവോർജ്ജ നിലയമാണ് താരാപൂർ എന്ന് പറയുന്നത്. 1969 സ്ഥാപിച്ചത്. കൈഗ കൈഗ എവിടെയാണ്? കർണാടക. കേരളത്തോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന നിലയമാണ്. കൽപ്പാക്കം തമിഴ്നാട്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. റാവത്ബട്ട രാജസ്ഥാൻ. കാനഡയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. നറോറ ഉത്തർപ്രദേശ്. ഉത്തരേന്ത്യയിലെ പ്രമുഖ നിലയമാണ്. ഇതൊക്കെ NCERTയിൽ അതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണേ. PYQs നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഏതാണ്? രാമക്കൽമേടാണ്, ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ആണവോർജ്ജ നിലയം താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. ഭൂതാപ ഊർജ്ജത്തിന് ജിയോ തെർമൽ എനർജിക്ക് പേരുകേട്ട മണിക്കരൻ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച ആണവോർജ്ജ നിലയം എവിടെയാണുള്ളത്? കൽപ്പാക്കം, തമിഴ്നാട്. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് കശ്മീർ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് ഹിമാലയം, അരുണാചൽ ഹിമാലയം. ഇവിടെ ഉത്തരം വരുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചനദികളുടെ സംഗമസ്ഥാനത്തിന് പ്രസിദ്ധമായ പഞ്ചപ്രയാഗിനെ പറ്റി
പരാമർശിക്കുന്നത് +1 ഇന്ത്യൻ ജോഗ്രഫിയിലെ 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭൂപ്രകൃതിയിൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന ടോപ്പിക്കിന് കീഴിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പഞ്ചപ്രയാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നദികൾ ഒരുമിച്ച് ചേരുന്ന ഒരു പോയിൻറ്റിനെയാണ് പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് വിഷ്ണുപ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ് എന്നിങ്ങനെ ഓരോ പോയിൻറ്റുകളുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ആരൊക്കെയാണ് അവിടെ ചേരുന്നതെന്നും എന്താണ് പ്രത്യേകതയെന്നും നോക്കാം. ഇതൊരു ഇമേജ് റെപ്രസെൻറ്റേഷനാണ്. ഗംഗാ നദിയുടെ പ്രധാന ഹെഡ് സ്ട്രീമുകളിലൊന്നായ അളകനന്ദ അതിൻ്റെ വഴികളിലൂടെ വരുന്ന സമയത്ത് പല നദികളുമായി ചേരുന്ന സ്ഥലങ്ങളെയാണ് ഈ പല പ്രയാഗുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ നദികളുമായി ചേരുന്നതെന്ന് നോക്കാം. വിഷ്ണുപ്രയാഗ്, അളകനന്ദ ധൗളിഗംഗയുമായി ചേരുന്ന പോയിൻറ്റിനെയാണ് വിഷ്ണുപ്രയാഗ് എന്നറിയപ്പെടുന്നത്. നന്ദപ്രയാഗ്, അളകനന്ദ നന്ദാകിനി നദിയുമായി ചേരുന്ന സ്ഥലമാണ് നന്ദപ്രയാഗ്. കർണപ്രയാഗ്, അളകനന്ദ പിണ്ടാരി റിവറുമായി ചേരുന്ന സ്ഥലമാണ് കർണപ്രയാഗ് എന്നറിയപ്പെടുന്നത്. രുദ്രപ്രയാഗ്, അളകനന്ദ മന്ദാകിനി നദിയുമായി ചേരുന്ന പോയിൻ്റാണ് രുദ്രപ്രയാഗ്. ദേവപ്രയാഗ്, അളകനന്ദ ഭാഗീരഥി നദിയുമായി ചേരുന്നതാണ് ദേവപ്രയാഗ്. ഈ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗ എന്ന പേര് കിട്ടുന്നത്. കാരണം അളകനന്ദയും ഭഗീരഥയും കൂടെ ചേർന്നിട്ട് പിന്നെ ഗംഗയായിട്ടാണ് ഒഴുകുന്നത്. അപ്പം ഈ പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയത്തെ പല ഡിവിഷനുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമായിട്ടുള്ള ഹിമാലയത്തിലാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യം പരാമർശിക്കുന്നത് ഗംഗയുടെ ഡ്രെയിനേജ് സിസ്റ്റമാണല്ലോ. അപ്പോൾ ഗംഗാ നദിയെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം. ഉത്തരാഖണ്ഡിനടുത്തുള്ള ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഗ്ലേഷ്യറിലെ ഖോമുഖ് എന്ന സ്ഥലത്താണ് ഭാഗീരഥി എന്ന പേരിൽ ഗംഗ ഉത്ഭവിക്കുന്നത്. 2008 നവംബർ 4 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ദേശീയ ജലജീവിയായിട്ടുള്ള ഗാംഗറ്റിക് ഡോൾഫിൻ ഗംഗയിലാണുള്ളത്. ഗംഗയുടെ നീളം 2525 കിലോമീറ്റർ, 25 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയുമാണ് ഗംഗ. ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്രയുമായി ബംഗ്ലാദേശിൽ വെച്ച് ചേർന്നിട്ട് ജമുന എന്ന പേര് സ്വീകരിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായിട്ടുള്ള സുന്ദർബൻസ് ഡെൽറ്റ രൂപീകരിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹിമാലയത്തെ പല രീതിയിൽ റീജിയണലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. വിഭജനം: കശ്മീർ അല്ലെങ്കിൽ പഞ്ചാബ് ഹിമാലയം. സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയിലുള്ള ഹിമാലയത്തിൻ്റെ ഏരിയ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പഞ്ചാബ് അല്ലെങ്കിൽ കശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഇവിടെയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കാരക്കോറം ഇവിടെയാണുള്ളത്. ലഡാക്ക്, സസ്കർ മലനിരകളൊക്കെ ഇവിടെയാണുള്ളത്. കുമയോൺ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഏരിയയാണ്. ആ ഒരു റീജിയനെയാണ് കുമയോൺ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ പഞ്ചപ്രയാഗുകളും നന്ദാദേവി കൊടുമുടിയുമൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാൾ ഹിമാലയം കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിലുള്ള ഹിമാലയത്തിൻ്റെ ഡിവിഷനെയാണ് നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ ഒക്കെ ഈ ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അസം അരുണാചൽ ഹിമാലയം തീസ്ത നദിക്കും ദിഹാങ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ ഒരു മേജർ ഹെഡ് സ്ട്രീം റിവറാണ്, നദിക്കുമിടയിലാണ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഡിവിഷനെയാണ് അസം അല്ലെങ്കിൽ അരുണാചൽ ഹിമാലയം എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ പൂർവാഞ്ചൽ ഇതിൻ്റെ ഭാഗമാണ്. ഈ ഏരിയയിൽ നിന്ന് മുൻപ് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. അളകനന്ദയും ഭഗീരഥയും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയാഗ്. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പത്മ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയെ പ്രഖ്യാപിച്ചതെന്നാണ് 2008. അളകനന്ദയും മന്ദാകിനിയും തമ്മിൽ സംഗമിക്കുന്ന പ്രയാഗ് ഏതാണ്? രുദ്രപ്രയാഗ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഗോണ്ട്വാന ശിലകൾ, ടെർഷ്യറി ശിലകൾ, ധാർവാർ ശിലകൾ, ലാറ്ററൈറ്റ് ശിലകൾ. ഇന്ത്യയിലെ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധർവാർ ശിലകളിലാണ്. നമ്മുടെ +2 NCERT ആയിട്ടുള്ള ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന NCERTയിലെ ചാപ്റ്റർ 7 ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ആണവോർജ്ജത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ധാതുക്കളിലൊന്നായിട്ടുള്ള യുറേനിയം കാണപ്പെടുന്നത് ധർവാർ ശിലകളിലാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ യുറേനിയം നിക്ഷേപം. പ്രധാന ശിലകൾ. ഇന്ത്യയിലെ യുറേനിയം അയിരുകൾ പ്രധാനമായും കാണുന്നത് ധർവാർ, ആർക്യൻ ശിലാപടലങ്ങളിലാണ്. പ്രധാന മേഖലകൾ: ജാർഖണ്ഡിലെ സിംഗ്ബം ചെമ്പ് മേഖല, രാജസ്ഥാനിലെ ഉദയ്പൂർ, അൽവാർ, ജുൻജുൻ ജില്ലകൾ, ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ല, ഹിമാചൽ പ്രദേശിലെ കുളു ജില്ല എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും യുറേനിയം നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. ഇന്ത്യയിലെ പ്രമുഖ യുറേനിയം ഖനികൾ: ജാദുഗുഡ,
ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ യുറേനിയം ഖനിയാണ് ജാദുഗുഡ. ഈ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. 1967 ഖനനം ആരംഭിച്ചു. തുമലപ്പള്ളി ആന്ധ്രാപ്രദേശിലെ YSR കടപ്പ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഖനിയിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപങ്ങളിലൊന്ന് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ദോമിയാസിയാറ്റ് മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിലെ പ്രമുഖ യുറേനിയം നിക്ഷേപമാണിത്. ഇവിടെ പരാമർശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തോറിയം നിക്ഷേപവും കേരളവും. തോറിയം പ്രധാനമായും വേർതിരിച്ചെടുക്കുന്ന മൊണാസൈറ്റ് ഇൽമനേറ്റ് മണലുകളിൽ നിന്നാണ്. കേരളത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൊണാസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നുണ്ട്. തീരപ്രദേശങ്ങളിലാണ് കാണുന്നത്, പ്രത്യേകിച്ച് കൊല്ലം, പാലക്കാട് ജില്ലകളിൽ. മറ്റ് ശിലാഘടനകളും അവയിലെ പ്രധാന നിക്ഷേപങ്ങളും നോക്കാം. ദർവാർ ശിലകൾ നമ്മൾ പറഞ്ഞു. യുറേനിയം, ഇരുമ്പ്, മാംഗനീസ്, സ്വർണം, ചെമ്പ്, കൂടുതലും ലോഹധാതുക്കളാണ് ദർവാർ ശിലകളിൽ കാണപ്പെടുന്നത്. ഗോണ്ട്വാന ശിലകൾ, കൽക്കരി. ഇന്ത്യയിലെ 98% കൽക്കരി നിക്ഷേപവും ഗോണ്ട്വാന റോക്സിലാണുള്ളത്. ടെർഷ്യറി ശിലകൾ, പെട്രോളിയം, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം. പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഏതിലാണുള്ളത്? ടെർഷ്യറി ശിലകളിലാണുള്ളത്. വിന്ധ്യൻ റോക്സ്, വജ്രം. ഉദാഹരണത്തിന് നമ്മുടെ പന്ന ഖനിയിൽ ഇത് എന്തിൻ്റെ ഭാഗമാണ്? വിന്ധ്യൻ റോക്ക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ചുണ്ണാമ്പ് കല്ല്, ലൈംസ്റ്റോൺ ഉള്ളതും വിന്ധ്യൻ ശിലകളുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. ചില പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യ യുറേനിയം ഖനിയായിട്ടുള്ള ജാദുഗുഡ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏത് ശിലാഘടനയിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത്? ഗോണ്ട്വാന ശിലകൾ. തോറിയത്തിൻ്റെ ഏറ്റവും പ്രധാന ഉറവിടമായ മൊണാസൈറ്റ് മണൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? കേരള തീരങ്ങളിൽ. ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപങ്ങളിലൊന്നായ തുമലപ്പള്ളി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതുമായി റിലേറ്റ് ചെയ്ത നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും.